എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുവിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മുതൽ നമ്മൾ കുറച്ച് പ്രാക്ടിക്കൽ സെക്ഷൻസും കൂടെ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഒരൊറ്റ വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മിസ്റ്റേക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. സോ ഞാൻ പറഞ്ഞു വരുന്നത് ക്രിപ്റ്റോ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഇന്ത്യൻ ഉണ്ട്, ഗ്ലോബൽ ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് ഉണ്ട്. ഈ 3 കാറ്റഗറിയാണ്. സോ ഇവിടെ നമുക്ക് ഇന്ത്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ എക്സ്ചേഞ്ചസ് ആണ്. ഇന്ത്യൻ എക്സ്ചേഞ്ചസിലേക്ക് നമുക്കൊരു അക്കൗണ്ട് വേണം. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ എക്സ്ചേഞ്ച് ആണ്. സോ ഇന്ത്യൻ എക്സ്ചേഞ്ചിലേക്ക് നമ്മളൊരു കാൽപ്പാതെടുത്ത് വച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഒന്നാമത് ഒരു എക്സ്ചേഞ്ച് എങ്ങനെ ഉണ്ട്, ഒരു എക്സ്ചേഞ്ചിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ബാങ്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതും അതോടൊപ്പം നമ്മുടെ KYC ചെയ്യാൻ പറ്റുന്നതും എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ എക്സ്ചേഞ്ച് തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ എക്സ്ചേഞ്ച് നമുക്ക് ആദ്യ പടി എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഗ്ലോബൽ എക്സ്ചേഞ്ച് ആണ്. ഇത് ഒരു പ്രൊജക്റ്റിൻ്റെയോ ഒരു എക്സ്ചേഞ്ചിൻ്റെയോ പ്രൊമോഷനൊന്നും അല്ല. ഞാൻ തന്നെ ഇത്രയും നാൾ യൂസ് ചെയ്തതിൽ എനിക്ക് ബെറ്റർ എന്ന് തോന്നുന്ന ഒന്നോ രണ്ടോ എക്സ്ചേഞ്ച് ജസ്റ്റ് ഇവിടെ പറഞ്ഞു പോകും. അല്ലാതെ ഒരു എക്സ്ചേഞ്ചിൻ്റെയും പരസ്യമല്ല. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കുക. സോ ഗ്ലോബൽ എക്സ്ചേഞ്ച് ആണ് രണ്ടാമത് വരുന്നത്. മൂന്നാമത് വരുന്നതെന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് വാലറ്റ്. സോ ഈ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 കാറ്റഗറി അവിടെ വരും. ഒന്ന് സോഫ്റ്റ്വെയറും 2 ഹാർഡ്വെയറും. അത് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ ഇപ്പോൾ നോക്കുന്നതെന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ച് ആണ്. സോ ഇന്ത്യൻ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ഇന്ത്യൻ എക്സ്ചേഞ്ചസ് ഉണ്ട്, ഒരുപാടുണ്ട്. അതായത് നമ്മളിപ്പോൾ സ്റ്റോക്കിലൊക്കെ നോക്കുവാണെങ്കിൽ അറിയാമല്ലോ, ഗ്രോ ഉണ്ട്, സെറോദ ഉണ്ട്. ഇവിടെ ക്രിപ്റ്റോയിലും നമുക്ക് ഒരുപാട് ഈ പറയുന്ന എക്സ്ചേഞ്ചസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് വസീറെക്സ്, രണ്ടെന്ന് പറയുന്നത് ജിയോട്ടസ്, മൂന്നെന്ന് പറയുന്നത് കോയിൻ സ്വിച്ച്, നാലെന്ന് പറയുന്നത് കോയിൻ DCX, അഞ്ചെന്ന് പറയുന്നത് സെപ്പെ. അങ്ങനെ ഒരുപാടുണ്ട്. ഇതിനെല്ലാത്തിനുമുള്ള ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സ്ചേഞ്ചിലും ലിക്വിഡിറ്റി ഇല്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്രിപ്റ്റോ ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ ആൾക്കാർ അങ്ങനെ കീപ്പ് ചെയ്യാറില്ല. രണ്ട്, ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ ആൾക്കാർ ട്രേഡ് ചെയ്യാറില്ല. മൂന്നെന്ന് പറയുന്നത് ഇന്ത്യൻ എക്സ്ചേഞ്ച് നമുക്കൊരു സേഫ്റ്റി ആയ കാര്യമാണോ എന്ന് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നം കൂടിയാണ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വസീറെക്സ് എന്ന് പറയുന്ന ഇന്ത്യയിലെ നമ്പർ 1 ക്രിപ്റ്റോ എക്സ്ചേഞ്ച് എന്ന് വാദിക്കുന്ന അവർ ഒന്ന് ഹാക്ക് ആയായിരുന്നു. ഏകദേശം $230 മില്യൺ ഹാക്കർ അടിച്ചുകൊണ്ട് പോയത്. അതായത് $230 മില്യൺ മീൻസ് ഇന്ത്യൻ രൂപ 2000 കോടിക്ക് മുകളിൽ. അതോടുകൂടി ആ എക്സ്ചേഞ്ചിൻ്റെ കട്ടയും പടവും മടങ്ങിയെന്നാണ് കേട്ടത്. ഏകദേശം ആൾക്കാരുടെ ഫണ്ടെല്ലാം ഫ്രീസ് ചെയ്ത് വെച്ചേക്കുവാണ്. ആർക്കും വിഡ്രോവൽ കൊടുക്കുന്നില്ല. എക്സ്ചേഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് വലിയ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരുപാട് ആൾക്കാർ പാനിക്കാണ്. ട്വിറ്ററിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ വസീറെക്സിനെ കുറിച്ച് ആൾക്കാർ തെറി വിളിക്കുന്നത് മാത്രമേ കാണാൻ വഴിയുള്ളൂ. ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ ഒരിക്കലും നിങ്ങളുടെ ഫണ്ട് സൂക്ഷിക്കാൻ പാടില്ല. നിങ്ങൾ ഇന്ത്യൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബ്രിഡ്ജ് പോലെ യൂസ് ചെയ്യുക. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എമൗണ്ടിന് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ഒരു ടോക്കൺ മേടിക്കുന്നു. അത് അപ്പോഴേ തന്നെ നേരെ ട്രാൻസ്ഫർ ചെയ്ത് മാറ്റുക. ട്രാൻസ്ഫർ ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്, ഞാൻ ഇന്ത്യൻ മാത്രമല്ല പറയുന്നത്, ഗ്ലോബലിലും ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലേക്ക് വരുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള ഒരുപാട് ഇഷ്യൂ കാണാം. കാരണം 2014 കാലഘട്ടങ്ങളിൽ ബിറ്റ്കോയിൻ്റെ 70% ട്രേഡിങ്ങും നടന്നുകൊണ്ടിരുന്നത് MT Gox എന്ന് പറയുന്ന ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലാണ്. ഒരു ദിവസം രാവിലെ അവർ വന്ന് പറയുവാണ് അവരുടെ എക്സ്ചേഞ്ച് ഹാക്കായി. സോ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് മൊത്തം ഹാക്കർ അടിച്ചുകൊണ്ട് പോയി. ഇനി നമുക്ക് ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ടാറ്റ പറഞ്ഞു പോവാണ്. അങ്ങനെ പോയി. ഇവിടെ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗവൺമെൻറ്റും ഇതിനെ ലീഗലൈസ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു ഓപ്പൺ സോഴ്സ് ഡിജിറ്റൽ ലെഡ്ജർ സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ തള്ളുമല്ലോ. സോ അതേപോലെ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഇവിടെ ആരും ഓണറല്ല. മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ ഒരു SBIയിൽ ഇട്ട ഫണ്ട് പോയെങ്കിൽ നമുക്ക് SBIയെ പിടിക്കാം. കാരണം അത് ആ ബാങ്കിൻ്റെ വീഴ്ചയാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ആ എക്സ്ചേഞ്ചിനെ പിടിക്കാം എങ്കിൽ പോലും അവിടെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ക്രിപ്റ്റോയിലെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹാക്കർ വന്ന് ഹാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഫണ്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. അതിപ്പോൾ ബൈനാൻസ് പോലുള്ള വലിയ എക്സ്ചേഞ്ച്, ലോകോത്തര വലിയ എക്സ്ചേഞ്ചുകളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഈ വസീറെക്സ് ഒക്കെ എന്ത് ചെയ്യാനാണെന്ന് എനിക്കറിയില്ല. ഇനി ഗവൺമെൻറ്റിന് ഇതിനെക്കുറിച്ചൊക്കെ നോട്ടീസ് കൊടുത്താലും അവർ ഇതിനെയൊക്കെ തിരിച്ച് റിക്കവർ ചെയ്തൊക്കെ വരുമ്പോൾ ടൈം എടുക്കും എന്നാണ് കേട്ടിട്ടുള്ളത്. MT Goxൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2014 MT Gox ഹാക്കായിട്ട് ആ ഫണ്ടും കൊണ്ട് അവർ പോയി. പിന്നെ അവരെ പറ്റി ഒരു വിവരവും ഇല്ല. ഇവർ പിന്നെ അടുത്തൊരു ന്യൂസ് തരുന്നത് 2021-ലാണ്.
2021 ഇവർ പറഞ്ഞ ന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ആ ഫണ്ട് റിക്കവറായി കിട്ടിയിട്ടുണ്ട്. നമ്മളത് ആൾക്കാരിലേക്ക് തിരിച്ചു കൊടുക്കുന്നുന്ന്. ഇത് 2021 പറഞ്ഞത് 2024ലാണ് അവര് റീപേയ്മെന്റ് കൊടുക്കുന്നത്. അത് ചെറിയൊരു എമൗണ്ട് ഒന്നുമല്ല. 2014 ഒരു ബിറ്റ്കോയിന്റെ വില എന്നൊക്കെ പറയുന്നത് $10, $20, $50 ഒക്കെയാണ്. അതിൽ താഴെ ആ ഒരു റേഞ്ചിലാണ്. അപ്പഴ് ബിറ്റ്കോയിന്റെ 70% ട്രേഡിംഗ് വോളിയം നടന്നത് ആ ഒരു എക്സ്ചേഞ്ചിലാണ്. അപ്പോൾ അത്രയും വലിയ വോളിയമാണ് ഇപ്പോൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്ക് നമുക്കൊരു ഡമ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. എംടി കോക്സിന് ന്യൂസ് കേൾക്കുമ്പോൾ. അപ്പോൾ ഇതാണ് കാര്യം. ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഹാക്ക് ആവാം. അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് നാളെ വന്ന് പറയുവാണ് നമുക്കൊരു സോഫ്റ്റ്വെയർ ഇഷ്യൂ ഉണ്ടായി. നമുക്ക് ഇന്ന ആൾക്കാരുടെ ഫണ്ടൊന്നും തരാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എപ്പോഴും നമുക്ക് ഒരു വാർണിംഗ് ആണ്. സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്. സോ നമ്മൾ ചെയ്യാനുള്ള കാര്യമെന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് പഠിക്കാനും പിന്നെ കുറച്ച് ട്രേഡിങ് ഇപ്പോഴും ഡീസെൻട്രലൈസ്ഡ് വേൾഡ് നമുക്ക് ഈ ട്രേഡിങ് അത്ര പോസിബിളായ കാര്യമല്ല. അവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഓക്കെ. ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ട്രേഡിങ് അവിടെ പോസിബിളായ കാര്യമല്ല എന്ന് പറയാൻ കാരണം പോസിബിളാണ് വെയിൽസിന്. പാവപ്പെട്ട നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ കാര്യം ഇവിടെ ഈ ഒരുപാട് നമ്മൾ ട്രാൻസാക്ഷൻ ഫീ ഒക്കെ കൊടുത്ത് നമ്മൾ മുടിയും. അത്രേ ഉള്ളൂ. പിന്നെ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലെന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യമെന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ വസീറക്സ് പോലുള്ള എക്സ്ചേഞ്ച് ഇത് നിങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടോപ്പ് 5 ഇന്ത്യൻ എക്സ്ചേഞ്ച് എടുക്കുകയാണെങ്കിൽ അതിൽ അത്യാവശ്യം ലിക്വിഡിറ്റി ഉള്ള ഒരു എക്സ്ചേഞ്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിലേക്ക് പോകാം. അല്ലെങ്കിൽ പല പല ലെവലിൽ നിങ്ങൾക്ക് ഫണ്ട് സ്പ്ലിറ്റ് ചെയ്തിടാം. ഇപ്പം വസീറക്സിൽ കുറച്ച്, ജിയോടെക്സിൽ കുറച്ച്, കോയിൻ സ്വിച്ചിൽ കുറച്ച്, കോയിൻ DCXൽ കുറച്ച്, അങ്ങനെ. പിന്നെ ജിയോടെക്സ് മാത്രമേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു വിഡ്രോവൽ പോസിബിൾ ആക്കി തരുന്നുള്ളൂ. അതായത് ഗ്ലോബൽ എക്സ്ചേഞ്ചിലേക്ക്. സോ അവിടെയും ഗവൺമെൻറ്റിൻ്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ വന്നതുകൊണ്ട് തന്നെ 30% ടാക്സിൻ്റെ റൂള് വന്നതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാർ ഇന്ത്യൻ എക്സ്ചേഞ്ച് മൊത്തം കഴിഞ്ഞു. ഇപ്പോൾ അധികം ആൾക്കാർ ഇന്ത്യൻ എക്സ്ചേഞ്ചിലേക്ക് മൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഗ്ലോബൽ എക്സ്ചേഞ്ചിൻ്റെ മേൽ ഗവൺമെൻറ് കുറച്ച് കൂടുതൽ റൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ബൈനാൻസും കൂക്കോയിനും എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ എക്സ്ചേഞ്ചാണ്. അവർ രണ്ടുപേരും ഇന്ത്യയിലെ PMLA ആക്ടിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ അണ്ടറിൽ അവർ രണ്ടുപേരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഒരു ന്യൂസ് നമ്മൾ കേട്ടായിരുന്നു. ഇപ്പോൾ 2 ദിവസം മുന്നേയും ബൈനാൻസിനെതിരെ വലിയൊരു എമൗണ്ട് ഫൈൻ അടിച്ച് കൊടുത്തിട്ടുണ്ട്. ബൈനാൻസിന് ഈ പറയുന്ന 50 മില്യനും 20 മില്യൺ എന്നൊക്കെ പറയുന്നത് വളരെ തുച്ഛമായ എമൗണ്ടാണ്. കാരണം അവർക്ക് അത്രമാത്രം ആസ്തിയുള്ളൊരു എക്സ്ചേഞ്ച് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഓണർ 4 മാസം കൊണ്ട് വിദേശ ജയിലിൽ നിന്ന് പുറത്ത് വരത്തില്ല. സോ അതൊക്കെ വേറെ കാര്യം. സോ നമ്മൾ പറയാൻ വന്നതെന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ചിലേക്ക് ഫസ്റ്റ് പോവുക നിങ്ങൾ. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും. സോ ജിയോടെക്സ് എന്ന് പറയുന്ന എക്സ്ചേഞ്ചാണ് ഞാനിവിടെ ജസ്റ്റ് കാണിക്കുന്നത്. സോ ജിയോടെക്സിലേക്ക് നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ വീഡിയോ ഞാനിവിടെ മുകളിൽ കൊടുത്തേക്കാം. അതോടൊപ്പം ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണമെന്ന്. ഞാൻ ഓൾറെഡി ഇത് 2 വർഷം മുന്നേ ചെയ്തതാണ്. വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. നിങ്ങൾ പോവുക, നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ്, റെഫറൽ കോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ റെഫറൽ കോഡ് കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുക. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഇമെയിൽ വെരിഫിക്കേഷൻ വരും. അതായത് മെയിലിലേക്ക് ഒരു കോഡ് വരും. ആ കോഡ് അതേപോലെ കോപ്പി അടിച്ച് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ രജിസ്ട്രേഷൻ പ്രോസസ്സ്. നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഡയറക്റ്റായിട്ട് പോയി ക്രിപ്റ്റോ വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. നിങ്ങൾക്ക് KYC ചെയ്യണം. അതായത് നോ യുവർ കസ്റ്റമർ. അതായത് പണ്ട് ഈ മണി ലോണ്ടറിങ് ടീംസ് ക്രിപ്റ്റോ ആണ് യൂസ് ചെയ്തിരുന്നത്. കാരണം വേൾഡ് വൈഡ് എവിടെ വേണോ പൈസ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോഴ് KYC ഇല്ലാതെ വന്നിട്ട് ഒരുപാട് പൈസ വെച്ചിട്ട് ഇന്ന കോയിൻ വാങ്ങിച്ചിട്ട് മറ്റൊരു രാജ്യത്തേക്ക് അയക്കുന്നു. അപ്പോൾ അത് അങ്ങനെ വരുമ്പോഴത്തേക്കും ഗവൺമെൻറ്റിന് മണി ലോണ്ടറിങ്ങിൽ ഒരുപാട് ഇഷ്യൂ വന്നതുകൊണ്ട് ഇപ്പോൾ KYC മസ്റ്റാണ് എല്ലാ എക്സ്ചേഞ്ചുകളിലും. ഗ്ലോബൽ അല്ല ഞാൻ പറയുന്നത്. ഗ്ലോബലിലും ഇപ്പോൾ പല എക്സ്ചേഞ്ചിലും KYC നിർബന്ധമാക്കി കഴിഞ്ഞു. സോ ഇന്ത്യൻ എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ KYC ചെയ്യണം. അതായത് നിങ്ങളുടെ ആധാർ, പാന്, പിന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ. ഈ 3 കാര്യങ്ങൾ നിങ്ങളവിടെ കൊടുക്കേണ്ടി വരും. സോ അത് നിങ്ങൾക്ക് ഈ പറയുന്ന ജിയോടെക്സിൽ തന്നെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ KYC ഒക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ KYC ചെയ്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം. സോ ഇവിടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ UPI വർക്കല്ല. ക്രിപ്റ്റോയിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു പ്രശ്നം. ഞാൻ 2024 ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ സിറ്റുവേഷനാണ് ഞാനീ പറയുന്നത്. നാളെ ചിലപ്പം വീണ്ടും UPI ഒക്കെ വന്നേക്കാം. അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പോയായിരുന്നു. അപ്പോൾ ഇത് മാറിയും മറിഞ്ഞുമൊക്കെ വരും. സോ ഈ വീഡിയോ
എന്ന് നിങ്ങൾ കാണുന്നു അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ആ ഒരു ആസ്പെക്റ്റ്. സോ ഇവിടെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് യുപിഐ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ബാങ്കിൻ്റെ ഒഫീഷ്യൽ ആപ്പ് വഴിയായിരിക്കണം. അതായത് യുപിഐ പോയിട്ട് IMPS എടുത്ത് കൊടുക്കരുത്. വർക്ക് ആവത്തില്ല. പൈസ കുറച്ച് അവിടെ പിടിച്ചിട്ടിട്ട് 7 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരും. സോ ഇവിടെ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒഫീഷ്യൽ ബാങ്ക്, അതായത് നിങ്ങൾ ജിയോ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ച് കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ടിലേക്ക് തന്നെ നിങ്ങൾ ബാങ്കിൻ്റെ ആപ്പ് വഴി ഡെപ്പോസിറ്റ് ചെയ്യണം. അതിപ്പോൾ നിങ്ങൾ SBI ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യോനോ SBI എടുക്കണം. അല്ല നിങ്ങൾ വേറെ പല ബാങ്ക്, ഇപ്പോൾ ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡ്നെറ്റ്, ഫെഡ്ബുക്ക് അതുപോലത്തെ ആപ്പുകൾ. അപ്പോൾ ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ചിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം എന്തൊക്കെയാണ് അവിടെ മെയിനായിട്ട് വരുന്നതെന്ന്. സോ മെയിൻ ഇൻ്റർഫേസിൽ നമുക്ക് ബൈ ആൻഡ് സെൽ ആയിരിക്കും വരുന്നത്. ഒട്ടുമിക്ക എല്ലാ എക്സ്ചേഞ്ചിലും ഇങ്ങനൊരു ഓപ്ഷൻ കാണും. അതായത് ഇതെന്ന് പറയുന്നത് ക്വിക്ക് ബൈ ആൻഡ് ക്വിക്ക് സെല്ലാണ്. സോ ഇവിടെ നമുക്ക് ഓർഡർ വാല്യൂയോ ഓർഡറിൻ്റെ നമ്പറോ ഒന്നും അറിയാൻ പറ്റത്തില്ല. പെട്ടെന്ന് നമുക്ക് ബൈ, പെട്ടെന്ന് സെല്ല്. അതായത് ആ എക്സ്ചേഞ്ച് തന്നെ ഒരു പ്രൈസ് തീരുമാനിക്കും. ആ പ്രൈസിലേക്ക് നമുക്ക് സെല് ചെയ്യാനും ബൈ ചെയ്യാനും പറ്റുന്ന ഒരു ക്വിക്ക് ഇതാണ്. സോ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സോ അത് ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോയാൽ മാത്രം മതി. ഏറ്റവും ടോപ്പിൽ പോർട്ട്ഫോളിയോ കാണിക്കും. നിങ്ങളുടെ പോർട്ട്ഫോളിയോ എത്രയാണെന്ന്. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ ഇവിടെ സ്റ്റേക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഏൺ റിവാർഡ് ഉണ്ട്. SIP ഉണ്ട്. ബാസ്ക്കറ്റ് ഉണ്ട്. സോ ഇങ്ങനെയൊക്കെ പല പല ഓപ്ഷൻസ് കാണും. സോ ഇതൊന്നും നമ്മളൊരു എക്സ്ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ കാര്യം മനസ്സിലാക്കുക. എന്താണ് സ്റ്റേക്ക്, എന്താണ് SIP, എന്താണ് ബാസ്ക്കറ്റ്, ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റേക്കിംഗ് ഒക്കെ മറ്റ് ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞുതരാം. സോ ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു ഇൻ്റർഫേസ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഇവരുടെ റിവാർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോയാൽ മാത്രം മതി. ഇനി സെക്കൻഡാണ് ഈ ട്രേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. സോ ഈ ട്രേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലാണ് നമുക്ക് INR പെയർ, ബിറ്റ്കോയിൻ പെയർ, USDT പെയർ. സോ ഇവിടെ ക്രിപ്റ്റോയിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ച കാര്യം എന്തിനാണ്? ബിറ്റ്കോയിൻ. ബിറ്റ്കോയിൻ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ക്രിപ്റ്റോ. അത് കഴിഞ്ഞിട്ട് എത്ര ക്രിപ്റ്റോ കറൻസീസ് ഉണ്ടെന്ന് ഞാൻ വീഡിയോ ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ തുടക്കത്തിൽ ഈ എക്സ്ചേഞ്ച് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യമേ ഞാനിരുന്ന് തിയറി കഥ അടിച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ ബിറ്റ്കോയിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ത്യൻ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഇന്ത്യൻ രൂപ, നമ്മുടെ കയ്യിൽ എന്താണ് ഇന്ത്യൻ രൂപയിലുള്ളത്, നമ്മുടെ കയ്യിലുള്ള ഇന്ത്യൻ രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്ക് മറ്റ് ക്രിപ്റ്റോ മേടിക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ്. സോ INR വെച്ചിട്ട്, അതായത് ഇന്ത്യൻ രൂപ വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ കോയിൻസ് മേടിക്കാൻ പറ്റുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മളിങ്ങനെ താഴോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് കോയിൻസാണ് ഇങ്ങനെ ചവറ് കണക്കിനുള്ളത്. ഇതിൽ നല്ലത് നോക്കി എപ്പോൾ എവിടെ എങ്ങനെ മേടിച്ച് എങ്ങനെ വിൽക്കുമെന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫണ്ട് മൊത്തം പോകും. സോ അത് നിങ്ങൾ മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതോടൊപ്പം സെക്കൻഡ് ഉള്ളതാണ് ബിറ്റ്കോയിൻ്റെ പെയർ. സോ ഇത് ബിറ്റ്കോയിൻ വച്ചിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മറ്റ് കോയിൻസാണ്. ഇനി മൂന്നാമത് നിൽക്കുന്നതാണ് USDT. USDT എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും വിചാരിക്കും, ഓ USDT എന്താ US ഡോളർ അല്ലേ? അല്ല, USDT എന്ന് പറയുമ്പോൾ ക്രിപ്റ്റോ കറൻസിയിലെ ഒരു കോയിനാണ്. സോ USDT മീൻസ് US ഡോളറുമായിട്ട് താരതമ്യം ചെയ്യുന്ന അല്ലെങ്കിൽ US ഡോളറിനെ പോലെ ആക്ട് ചെയ്യുന്ന ഒരു കോയിനാണ്. അതായത് ക്രിപ്റ്റോയിൽ ഒരു സ്റ്റേബിൾ കോയിൻ. എനിക്ക് വളരെ വ്യത്യസ്തമായ ഒരു മെസ്സേജ് ഒരിക്കൽ കിട്ടുകയുണ്ടായി. അതായത് ഒരു ഫ്രണ്ട്, അതായത് നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കണക്ക്, ബ്രോ ഞാനൊരു 2 വർഷമായിട്ട് ഒരു 5000 USDT ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കൊരു പ്രോഫിറ്റും കിട്ടുന്നില്ല. ഇത് കേട്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിക്കണോ അതോ എനിക്ക് എന്ത് ചെയ്യണോ എന്ന് അറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ആ ഒരു വ്യക്തിക്ക് USDT എന്താണെന്ന് പോലും അറിഞ്ഞൂടാ. അതായത് ഒരു 2 വർഷമായിട്ട് ഒരു സ്റ്റേബിൾ കോയിൻ, സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതിന് പ്രത്യേകിച്ച് പ്രൈസ് ഇമ്പാക്റ്റ് ഒന്നും കാണത്തില്ല. അതായത് ഒരു ഇന്ത്യൻ രൂപയിൽ, അതായത് ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്നെങ്കിൽ വരുന്നതല്ലാതെ ഈ ഗ്ലോബൽ മാർക്കറ്റിൽ അതിൻ്റെ വാല്യൂ മിക്കപ്പോഴും സെയിം തന്നെയാണ്, 78, 80. പക്ഷേ ഇന്ത്യയിൽ അത് ചിലപ്പോൾ 80 ആവാം, 90 ആവാം, ആ ഒരു റേഞ്ച് നിൽക്കുക. എങ്ങനെ പോയാലും ഞാനിത് ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ തന്നെ 78, 77, 76 കണ്ടിട്ടുള്ളതാണ്. സോ USDTയുടെ അവൈലബിലിറ്റി കുറയുമ്പോഴാണ് അതിൻ്റെ വാല്യൂ കുറച്ച് കൂടുന്നത്. എല്ലാ കോയിനും അങ്ങനെയാണ്. പക്ഷേ ഇത് സ്റ്റേബിൾ ആയതുകൊണ്ട് ഇത് 100, 200 ഒന്നും പോകത്തൊന്നുമില്ല. ഇത് ഈ പറയുന്ന ഒരു 80, 90 ഇങ്ങനെ നിൽക്കും. US ഡോളറുമായിട്ട് താരതമ്യം ചെയ്യുന്ന ഒരു സ്റ്റേബിൾ കോയിൻ. നമ്മുടെ പൈസ സേഫ് ആക്കണം. അതായത് നമുക്കിപ്പോൾ ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഗ്ലോബൽ എക്സ്ചേഞ്ചിൽ നമ്മൾ USDT ആക്കി മാറ്റി വയ്ക്കുക. അപ്പോൾ ആ കോയിന് താഴെ പോവോ ഇല്ലേ എന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സോ USDT ആയിട്ടാകുമ്പോൾ അവിടെ സ്റ്റേബിൾ ആയിട്ട് തന്നെ കിടക്കും. പ്രൈസ് ഇമ്പാക്റ്റ് വലുതായിട്ട് ഉണ്ടാകത്തില്ല. അതിന് വേണ്ടിയുള്ള സ്റ്റേബിൾ കോയിൻ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ USDT ഉണ്ട്, INR ഉണ്ട്, ബിറ്റ്കോയിൻ ഉണ്ട്. ഈ 3 പെയറിലാണ് ഇവിടെ ഇത് ആക്ട് ചെയ്യുന്നത്, അതായത് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി വരുന്നത് ഡാഷ്ബോർഡാണ്. ഈ ഡാഷ്ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ, അതായത് നമ്മൾ ഈ എക്സ്ചേഞ്ചിനകത്ത് ഏതൊക്കെ കോയിൻ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം ഈ എക്സ്ചേഞ്ചിൽ നമ്മുടെ വാലറ്റായിട്ട് ആക്ട് ചെയ്യുന്നതും എല്ലാം ഈ ഡാഷ്ബോർഡാണ്. ഈ ഡാഷ്ബോർഡിൽ ചെന്നിട്ടാണ് നമുക്ക് ഡെപ്പോസിറ്റ്, വിഡ്രോ ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. വിഡ്രോയും ഡെപ്പോസിറ്റും എന്ന് പറയുന്നത് തന്നെ
ഈ പറയുന്ന INR ആണ്. അല്ലാതെ ക്രിപ്റ്റോ അല്ല. ക്രിപ്റ്റോ വിത്ഡ്രോ ചെയ്യണമെങ്കിൽ അതാത് കോയിനിൽ വേണം ക്ലിക്ക് ചെയ്യാൻ. ക്രിപ്റ്റോ വിത്ഡ്രോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ നോക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് ഏൺ എന്ന് പറയുന്ന സെക്ഷനാണ്. അത് ഓരോ എക്സ്ചേഞ്ചും ഓരോ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് റെഫറൽസ് ഒക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലാണ്. വലിയൊരു എമൗണ്ട് ഒന്നുമില്ല റെഫറൽ. വളരെ ചെറിയൊരു എമൗണ്ട് തന്നെയാണ് ഇവർ തരുന്നത്. പിന്നെ ഇവരുടേതായ ചിലപ്പോൾ എന്തെങ്കിലും കോസ്റ്റോ, കോൺടെസ്റ്റോ എന്തെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ അതുവഴി ഏൺ ചെയ്യാം. ഇനി പ്രൊഫൈൽ ഞാനിപ്പോൾ കാണിക്കുന്നില്ല. കാരണം പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം മെയിൽ അഡ്രസ്സ്, ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ, അതോടൊപ്പം പാസ്വേഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം KYC എല്ലാം വരുന്നതാണ് പ്രൊഫൈലിലേക്ക്. അപ്പോൾ മെയിൻ ആയിട്ടുള്ളത് ഇത്ര തന്നെയാണ് ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ച്. ഇനി നിങ്ങൾക്ക് INR ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡെപ്പോസിറ്റിലേക്ക് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ 1000 രൂപ എൻ്റർ ചെയ്യുന്നുണ്ട്. സോ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് സെലക്ട് ചെയ്യുക. IMPS സെലക്ട് ചെയ്യുക. NFT കൊടുക്കേണ്ട, IMPS സെലക്ട് ചെയ്യുക. സെലക്ട് ഡെപ്പോസിറ്റ് മെത്തേഡ് ഓക്കെ. നോർമൽ ഡെപ്പോസിറ്റ് ഇൻ 2 ഹവേഴ്സ് അങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇത് നോർമൽ ഡെപ്പോസിറ്റ് ടൈം എന്ന് പറയുന്നത് 10 AM to 11 PM ഓൾ ഡേയ്സ്. അതായത് രാവിലെ 10 മണി തൊട്ട് രാത്രി 11 മണി വരെയാണ് ഇതിൻ്റെ ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ ആ സമയത്ത് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. കൊടുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതിനകത്തേ നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ. ഇനി അതിലേക്കാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോർമൽ ഡെപ്പോസിറ്റ് വ്യൂ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. സോ അതിലേക്കൊന്ന് പോവാം. സോ ഇവിടെ 2 ടിക്ക് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ വരും. സോ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഒരു അക്കൗണ്ട് അവർ നമുക്ക് തരും. ഈ അക്കൗണ്ടിൽ വേണം നമ്മുടെ ഫണ്ട് അയക്കാനായിട്ട്. ഈ അക്കൗണ്ടിൽ അവർ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് കാര്യം, അതായത് ഡെപ്പോസിറ്റ് എമൗണ്ട്, റിമാർക്സ് ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ അവരെന്താണോ കൊടുത്തിരിക്കുന്നത് അത്, IFSC കോഡ്, ബാങ്ക് നെയിം, ബെനിഫിഷ്യറി നെയിം, അക്കൗണ്ട് നമ്പർ, ഇതെല്ലാം നിങ്ങളുടെ ബാങ്കിൻ്റെ ഒഫീഷ്യൽ ആപ്പിൽ പോയിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ ഗൂഗിൾ പേയോ ഫോൺ പേ വഴിയൊന്നും ചെയ്യരുത്. കറക്റ്റായിട്ട് കിട്ടത്തില്ല. സോ കൊടുക്കുക. ആ പൈസ കിട്ടിയില്ലെങ്കിൽ എന്നെ ഒന്നും പറയും, ബ്രോ പറഞ്ഞിട്ടാണ് ഞാൻ പോയി ഗൂഗിൾ പേ ഒന്നും ചെയ്യുന്നത്. അങ്ങനെ ഗൂഗിൾ പേയിൽ വേണ്ട. നമ്മൾ ബാങ്കിൻ്റെ ഒഫീഷ്യൽ ആപ്പിലോട്ട് പോയാൽ മതി. അതെന്തിനാണ് നിങ്ങൾക്ക് ബാങ്കിലോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ അവർ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് തരും. 2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. അതൊക്കെ എടുത്ത് വയ്ക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ കാര്യത്തിന് മാത്രമല്ല, വേറെ എല്ലാത്തിനും. സോ ഇതിലേക്ക് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഐ ഹാവ് ഡെപ്പോസിറ്റഡ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ട്രാൻസാക്ഷൻ്റെ റെഫറൻസ് നമ്പർ ഇവിടെ കൊടുക്കാൻ പറയും. സോ ആ റെഫറൻസ് നമ്പർ അതിൽ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ സബ്മിറ്റ് കൊടുത്ത് ഓക്കെ കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ ഡെപ്പോസിറ്റ് ഇവിടെ വന്നോളൂ. ഡെപ്പോസിറ്റ് വരുമ്പോൾ ഈ അവൈലബിൾ ബാലൻസിൻ്റെ അവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഡെപ്പോസിറ്റ് ഇവിടെ വരുന്നത്. സോ ഇവിടെ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഈ ട്രേഡിലോട്ട് പോവുക. INR സെലക്ട് ചെയ്യണം. INR സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോയിന് നിങ്ങളിവിടെ സെലക്ട് ചെയ്യണം. സോ ഇവിടെ ഞാനിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് TRX ആണ്. സോ ഇവിടെ TRX ഞാൻ സെലക്ട് ചെയ്തു. TRX INR പെയർ തന്നെ എടുക്കണം. ഒരു കോയിൻ ഇപ്പോഴത്തെ വില 11 രൂപ 40 പൈസ. സോ ഇവിടെ ഈ ഓർഡർ ബുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു ഓർഡർ ബുക്കിലാണ് ലാസ്റ്റ് ഇട്ടേക്കുന്ന ഓർഡേഴ്സ് അറിയാൻ പറ്റും. ലാസ്റ്റ് ബൈ ചെയ്യാനും സെല് ചെയ്യാനും ആൾക്കാർ ഇട്ടേക്കുന്ന ഓർഡേഴ്സ് അറിയാൻ പറ്റുന്നത്. ഇത് ഇന്ത്യൻ എക്സ്ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഓർഡേഴ്സ് മൂവിങ് ഒക്കെ വളരെ സ്ലോ ആണ്. പക്ഷേ ഇതൊരു ഗ്ലോബൽ എക്സ്ചേഞ്ചിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പോലും പറ്റത്തില്ല. ഇങ്ങനെ പടപടപടേന്ന് പോകും. വേണേ ഞാനിപ്പോൾ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഓർഡേഴ്സ് ഇവിടെ മൂവ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ഓർഡേഴ്സ് മൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മില്യൺ കണക്കിനാണ്. നമ്മുടെ ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ അനങ്ങിയിട്ട് പോലുമില്ല. പക്ഷേ ഇവിടെ നോക്കിയേ അതേ TRX ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇവിടുത്തെ റേറ്റും അവിടുത്തെ റേറ്റും വ്യത്യാസമുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ വരുന്ന വീഡിയോയിൽ പറയാം. സോ വീഡിയോ ലെങ്ത് കൂടും. സോ ഇപ്പോൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഗ്ലോബൽ എക്സ്ചേഞ്ചും, അതായത് ഒരു ഗ്ലോബൽ എക്സ്ചേഞ്ചിൻ്റെയും ഇന്ത്യൻ എക്സ്ചേഞ്ചിൻ്റെ വ്യത്യാസം ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഓർഡേഴ്സും ലിക്വിഡിറ്റി എല്ലാം കൂടുതലാണ്. പക്ഷേ ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ എല്ലാം വളരെ കുറവാണ്. അപ്പോൾ ജസ്റ്റ് ഓർഡറിൻ്റെ കാര്യം ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. സോ ഇവിടെ ഈ പച്ച കളറിലുള്ളതെല്ലാം ബൈ ഓർഡേഴ്സും ചുവപ്പ് കളറിലുള്ളതെല്ലാം സെൽ ഓർഡേഴ്സും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ ഈ ബൈയിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ബൈയിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചുവപ്പ് കളറിലുള്ളത് ക്ലിക്ക് ചെയ്യണം. ബൈയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് ഓപ്പോസിറ്റ് വേണം ക്ലിക്ക് ചെയ്യാൻ. സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബൈയിലുള്ള ക്ലിക്ക് ചെയ്യണം, അതായത് പച്ച കളർ ക്ലിക്ക് ചെയ്യണം. എന്തിനെന്ന് വെച്ചാൽ ഈ ഒരു ഓർഡറാണ് ക്ലിക്ക് ചെയ്യാനുള്ളത്, വേറെ ഒന്നുമല്ല. ഇപ്പോൾ ബൈയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഈ ചുവപ്പ് കളറിലുള്ള ഈ 11.63 2869 TRX ഇവിടെ വിൽക്കാനിട്ടേക്കുവാണ് ഏതോ ഒരു വ്യക്തി. അതിലേക്ക് ക്ലിക്ക് ചെയ്യുവാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ടോട്ടൽ INR ബാലൻസ്, ഞാനിപ്പോൾ ജസ്റ്റ് ഡെമോ ആണ് കാണിക്കുന്നത്, ഞാൻ മേടിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഡെമോ ആണ് കാണിക്കുന്നത്. സോ ഇവിടെ ഇപ്പോൾ എൻ്റെ ആ ഒരു 9 രൂപയ്ക്ക് എനിക്ക് 0.83 TRX ഇവിടെ മുകളിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രൈസ് 11.63, ടോട്ടൽ 9.65. സോ ഇവിടെ മേക്കർ ടേക്കർ ഫീ ഒക്കെ വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബൈ നൗ കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ബൈ ആയിക്കോളും. സോ ഞാനിതിൽ വലിയ ഫണ്ട് ഇടാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഫണ്ട് ഇട്ട് ഞാൻ കാണിക്കാത്തത്. സോ ഇതൊക്കെ ഒരുപാട് തവണ ഞാൻ കാണിച്ച വീഡിയോസ് ഉണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളെ നോക്കിയാൽ മതി. എല്ലാം ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്.
ഇവിടെ നമുക്ക് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാം. ഈ 11.65 ഒക്കെ ആണെങ്കിൽ അങ്ങനെ എടുക്കാം. 11.68 കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അങ്ങനെ ഏത് റേറ്റിലാണോ കൊടുത്തിട്ട് നമ്മൾ ബൈ നൗ കൊടുത്താൽ ആ റേറ്റിൽ എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ബൈ ആവും. അല്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ വാല്യൂ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ബൈ ആവും. സെല്ലാണെങ്കിലും അതുപോലെ തന്നെയാണ്. നിങ്ങൾ നേരെ പോയിട്ട് ഈ സെല്ലിൽ ഏറ്റവും ആദ്യം ഇട്ടിരിക്കുന്നത് 11.41 സോ ബൈയും സെല്ലിൻ്റെ ഡിഫറൻസ് ഇപ്പം വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ബൈ എന്ന് പറയുമ്പോൾ 11.63 സെല്ല് 11.14. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ തന്നെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഓൾറെഡി. കാരണം ലിക്വിഡിറ്റി ഇല്ലാത്തതിൻ്റെ ഒരു വിഷയമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. സോ ഇനി നമ്മൾ ഈ ഒരു സെല്ല് ചെയ്യുന്നതും ഇതേപോലെ തന്നെയാണ്. വാങ്ങിക്കഴിഞ്ഞിട്ട് വാല്യൂ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഈ 11.41 ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കയ്യിലുള്ള ബാലൻസ് ക്ലിക്ക് ചെയ്യുക. ടോട്ടൽ TRX ബാലൻസിലോട്ട് ക്ലിക്ക് ചെയ്യുക. സെല്ല് നൗ കൊടുക്കുക. സെല്ല് നൗ കൊടുക്കുമ്പോൾ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിക്കുക. ഇവിടെ 30% TDS. 30% ഇവിടുന്ന് എടുക്കത്തില്ല. ഇവിടെ 1% മാത്രമേ എടുക്കത്തുള്ളൂ. സെല്ല് നൗവിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ ടാക്സ് ഡിഡക്ഷനായിട്ട് എനിക്ക് 1% മാത്രമേ എടുക്കത്തുള്ളൂ. അതായത് ടോട്ടൽ എമൗണ്ടിൻ്റെ 1%. ബാക്കിയുള്ളത് 30% നമ്മൾ ITR ഫയൽ ചെയ്യുന്ന സമയത്ത് ഓരോരോ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മളത് അടയ്ക്കേണ്ടി വരും. സോ അങ്ങനെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ബൈ സെല്ല് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇത്രയാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഇനി ചാർട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഓരോ കോയിൻസിനും ഇവിടെ ചാർട്ട് അവൈലബിൾ ആണ്. ഇന്ത്യൻ എക്സ്ചേഞ്ചിൻ്റെ ചാർട്ട് അത്രമാത്രം ആക്യുറേറ്റ് ഒന്നും അല്ല. എന്നാലും ഇവിടെ ചാർട്ട് ഉണ്ട്. ഈ വ്യൂ ചാർട്ടിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചാർട്ടും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. എങ്ങനെയാണ് വാല്യൂ ഉണ്ടോ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. ഞാൻ ജിയോടെക്സ് കാണിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് ഇത് മാത്രമേ ഉള്ളൂ. എന്നും പറഞ്ഞ് ഓവറായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി മാത്രം ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ഒരു 500 രൂപ 300 രൂപ 1000 രൂപയ്ക്കകത്തൊക്കെ ഇട്ടിട്ട് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഗ്ലോബൽ എക്സ്ചേഞ്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് മറ്റൊരു വീഡിയോയിലേക്ക് നോക്കാം. ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇന്ത്യൻ എക്സ്ചേഞ്ചുകൾ. സോ ഇവിടെ ഇത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് ഇവിടെ പഠിക്കാനായിട്ട്. പിന്നെ ഇത് എപ്പോൾ വാങ്ങിക്കുന്നു എപ്പോൾ വിൽക്കുന്നു അത് തന്നെയാണ് മെയിനായിട്ട് കാര്യം. ചാർട്ട് അനാലിസിസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റ് വീഡിയോസിൽ നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസായ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, വാട്സപ്പ്, ട്വിറ്റർ എല്ലാം ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റ് ആയി കാണും വരെ സലാം.